ഹലോ ഗെയ്സ്, ഈ സ്പോർട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് 1 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നവന്റെ ക്വാളിഫയേഴ്സിന്റെ ഓപ്പൺ ഫൈനൽസിന്റെ ഡേറ്റ് അവർ റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. 22, 23, 24 ദിവസങ്ങളായിരിക്കും ഇനി ആ ഒരു ഓപ്പൺ ഫൈനൽസ് നടക്കാൻ പോകുന്നത്. നമ്മളെ മലയാളി കളിക്കുന്ന ഈവിളിന്റെ ടീമായുള്ള JenXFും അതേപോലെ മല്ലൂർഗയുള്ള മിത്തോഫീഷ്യസും ഇതിൽ കളിക്കുന്നുണ്ട്. അവർ ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് BGMA ക്രിസ്മസ് ഫേസ് ഓഫ് ഒരു ക്രിയേറ്റർ ഫൺ ഇവന്റ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഒഫീഷ്യൽ ഇവന്റ് ആണ്, പ്രോപ്പറായിട്ട് ഫൺ ഇവന്റ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്രിയേറ്റേഴ്സും ഒപ്പം ഇ സ്പോർട്സ് പ്ലേയേഴ്സും ഈ ഒരു ഇവന്റിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്ലേലോഡ്, വാമോഡ് തുടങ്ങിയിട്ടുള്ള ആ ഒരു മാപ്പുകളിലാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്. അതിന്റെ ഡേ 1 ഇന്നലെ അവസാനിച്ചപ്പോൾ ടീം ഒവൈസ് ആ ഒരു പോസിറ്റീവിൽ ടോപ്പിലേക്ക് എത്തി 84 പോയിന്റായിട്ട്. സെക്കൻഡ് ടീം ഒമേഗ എത്തി 64 പോയിന്റായിട്ട്. തേർഡ് മാമ്പ എത്തിയിട്ടുണ്ട് 37 പോയിന്റായിട്ട്. ഇതിൽ കുറെ റൂളുകളുണ്ട്. ജയിച്ചൊരു ടീമിന് വേണമെങ്കിൽ തോറ്റ ടീമിന്, ബാക്കിൽ നിൽക്കുന്ന ടീമിന് പോയിന്റ്സ് കൊടുക്കാം. അങ്ങനെ പല ടൈപ്പിൽ ജസ്റ്റ് ഫൺ ഇവന്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മാപ്പുകൾ പ്ലേലോഡും മോഡും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ഇവന്റ് ആണ് ഈ ഒരു ക്രിസ്മസ് ഫേസ് ഓഫ് എന്ന് പറയുന്നത്. എന്തായാലും ഇതിൽ നിന്ന് ടോപ്പ് 8 ടീമുകളാണ് ഡേ 2ലേക്ക് ക്വാളിഫൈ ഉള്ളത്. ബാക്കിയുള്ള ടീമുകൾ പുറത്തായിട്ടുണ്ട്. ഇനി ഡേ 2 നമുക്ക് വാവ് മോഡ്, പാൻ ഫൈറ്റ് അങ്ങനെ പല ഫൺ ഇവന്റുകളും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിൽ നിന്നും വിൻ ചെയ്യുന്ന ടീമിന് 2.5 ലക്ഷം രൂപ പ്രൈസ് പൂളും കിട്ടുന്നുണ്ട്. ടോട്ടൽ 6.4 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് പൂള് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് BGMAയുടെ ഒഫീഷ്യൽ ചാനലുകളിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് കേരള കമ്മ്യൂണിറ്റി കപ്പ് 2024 ഗ്രാൻഡ് ഫൈനൽസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. 2 ദിവസമാണ് ഗ്രാൻഡ് ഫൈനൽസ് ഉള്ളത്. ഈ ഒരു ഇവന്റിനെ ചൊല്ലി ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പല പ്ലേയേഴ്സ് പല ടീമുകളിലായിട്ട് കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു പ്ലെയറിനെ 2ഉം 3ഉം ടീമിൽ കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പല ഫേസുകളായിട്ട് ഇവന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്ലേയേഴ്സിന് തന്നെ 2ഉം 3ഉം സ്ലോട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കേരളത്തിലെ ഇവന്റ് ആണ്, ആ ഒരു ഇവന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലെവലിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. വാച്ചിങ് ഒക്കെ വരണം, ഈ സ്പോർട്സ് വളരണം. അതുകൊണ്ട് ഞാനും അത് മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഫൈനൽസിലെങ്കിലും പ്രോപ്പർ ഫൈറ്റുകൾ അല്ലെങ്കിൽ പ്രോപ്പർ ഒരു കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ ജെനുവിൻ ഫൈറ്റുകളും ജെനുവിൻ കോമ്പറ്റീഷനും ഫൈനൽസിൽ ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് ഫൈനൽസിലും ഇപ്പൊ തോറ്റുപോയ, അതായത് സെമിയിലും ബാക്കിയുള്ള റൗണ്ടുകളിലൊക്കെ തോറ്റുപോയ അതേ പ്ലേയേഴ്സ് വീണ്ടും ഫൈനൽസിലേക്ക് വന്നും ഇനിയും കളിക്കുമെന്നാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അതിന് എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സാധനമാണ്. കാരണം ഫൈനൽസിലെങ്കിലും ആ ഒരു കോമ്പറ്റീഷനും ആ ഒരു ജെനുവിനിറ്റിയും ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സംഭവം നമുക്കിപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത് നടക്കില്ല എന്നാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു ലൈനപ്പിന് തന്നെ ഫൈനൽസിൽ 2 സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഓർഗിൻ്റെ പേരിലും ഒന്ന് ക്രിയേറ്ററിൻ്റെ പേരിലും അവർ ക്വാളിഫൈ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ 2 സ്ലോട്ടുകൾ ഉണ്ട്. അപ്പോൾ ഒരു ടീമിന് തന്നെ 2 സ്ലോട്ടിൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടീം ചിലപ്പോൾ വേറെ പ്ലേയേഴ്സിനെ, തോറ്റുപോയ ടോപ്പിൽ നിൽക്കുന്ന പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവരും എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അത് ഈ സ്പോർട്സ് ഓർഗ് അല്ലെങ്കിൽ ആ ഒരു ടൂർണമെന്റ് നടത്തുന്ന ഓർഗിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അവര് ഇങ്ങനെ അനുവദിക്കരുതായിരുന്നു. പക്ഷെ അവർക്ക് ഇവിടെ വോയിസ് ഇല്ല എന്നൊക്കെയാണ് കേൾക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അവർ ആ ഒരു നിയമമോ റൂളോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഫൈനൽസിലും തോറ്റുപോയ പ്ലേയേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എനിക്കൊരു ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട്. എന്തായാലും അങ്ങനെ തോറ്റുപോയ പ്ലേയേഴ്സ് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ സ്പോർട്സ് ടൂർണമെന്റ് അല്ലെങ്കിൽ പ്രോപ്പർ ടൂർണമെന്റ് നമുക്കിത് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ആൻഡ് T1 ടൂർണമെന്റ് ആയിട്ട് ഒരിക്കലും ഈ ഒരു ഇവന്റിനെ കമ്പയർ ചെയ്യാൻ തന്നെ പറ്റുന്നതല്ല. പ്രോപ്പർ ആ ഒരു ഫൈനൽസ് എങ്കിലും ആ ഒരു ഇതിൽ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഫൈനൽസ് കണ്ടറിയാം എന്താ അവസ്ഥ എന്ന്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ സ്പോർട്സിന് ഇഷ്ടപ്പെടുന്നവരല്ല, T1 ടൂർണമെന്റ് കാണുന്നവർക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ഇവന്റ് എങ്ങനെ പോകുന്നുള്ളത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് BGMA ഇ സ്പോർട്സിന്റെ 2025 ഫസ്റ്റ് ഹാഫ് റോഡ് മാപ്പ് ഇന്നലെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മളെ BGIS 2025 വരാനിരിക്കുന്ന ജനുവരി 3 തന്നെ അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓപ്പൺ ഫോർ ആളാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ടീമുണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഏപ്രിലാണ് ഇതിന്റെ ലാൻഡ് ഫൈനൽസ് വരുന്നത്. കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ലാൻഡ് ഫൈനൽസ് നടക്കാനിരിക്കുന്നത്. ആൻഡ് അതിനുശേഷം BMPS 2025 വരും. അതും ഇൻവൈറ്റഡ് ഇവന്റ് ആണ്. അവിടെയും 2 കോടി രൂപയാണ് പ്രൈസ് പൂൾ വരുന്നത്. BGISനും 2 കോടി രൂപയാണ് പ്രൈസ് പൂള് വരുന്നത്. അതിനുശേഷം നമ്മളെ ക്രാഫ്റ്റൺ ഇ സ്പോർട്സിന്റെ ക്യാമ്പസ് ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും കൂടി അവർ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നുണ്ട്. അത് ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലും മൊത്തം 2 കോടി രൂപയാണ് പ്രൈസ് പൂൾ വരുന്നത്. ഒരു കോളേജിന്
2 ലക്ഷം രൂപ വെച്ചിട്ട് ഒരുപാട് കോളേജുകളിലായിട്ട് ഈ ഒരു ഇവന്റ് അവരിപ്പോൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. ആൻഡ് അടുത്തത് റേസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അത് അപ്കമിങ് ഈ സ്പോർട്സ് പ്ലേയേഴ്സിനെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ്. അത് നമുക്ക് ക്രാഫ്റ്റിന്റെ വെബ്സൈറ്റിൽ നമുക്ക് വരുന്ന ദിവസങ്ങൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതാണ് ഫസ്റ്റ് ഹാഫിലെ റോഡ് മാപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിന്റെ റോഡ് മാപ്പ് നമ്മുടെ BGSന്റെ ലാൻഡ് ഫൈനൽസിൽ അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടിട്ടുള്ളത്. അതിലൊരു ഇന്റർനാഷണൽ സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞ വൈബായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഈ സ്പോർട്സ് വേൾഡ് കപ്പിലേക്ക് ഒരു സ്ലോട്ട് അല്ലെങ്കിൽ PMGCയിലേക്ക് ഒരു സ്ലോട്ട്. PMGCയിൽ സ്ലോട്ട് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മേ ബി ആ കൊറിയൻ ടീം ഇന്ത്യയിൽ വന്ന് കളിച്ച പോലെ ഏതെങ്കിലും ഇന്റർനാഷണൽ ടീമുകൾ ഇന്ത്യയിൽ വന്ന് കളിക്കും. ആ ഒരു ലെവലിലായിരിക്കും സെക്കൻഡ് ഹാഫിലുള്ള ടൂർണമെന്റുകൾ വരാനിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അതിന് അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ദ ഫൈനൽസിന്റെ ഇൻഫ്ലുവൻസേഴ്സ് ഇവന്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഇവന്റിൽ നമ്മളെ ടീം ഈഗിൾ റണ്ണറപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഗ്രൂപ്പ് സ്റ്റേജിന്റെ ഡേ 3 മത്സരങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ ടീം സ്കൗട്ടാണ് ആ ഒരു പോസ്റ്റേബിൾ ടോപ്പിൽ നിൽക്കുന്നത്. സെക്കൻഡ് ടീം റബൽ നിൽക്കുന്നുണ്ട്. തേർഡ് ഹേഡീസിന്റെ ടീം നിൽക്കുന്നുണ്ട്. നമ്മളെ ഈഗിളിന്റെ ടീം 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷെ 12 മാച്ചുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയും 6 മാച്ചുകൾ ബാക്കിയുള്ള ടീമിന്റെ കൂടെ എത്താനുണ്ട്. കാരണം അവർ 18 മാച്ചുകൾ കളിച്ചിട്ടുണ്ട്. അവർ 6 മാച്ചുകൾ കളിച്ചു കഴിഞ്ഞ ടീം ഇനിയും ആ ഒരു ടോപ്പ് 3യിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ടീം ഹെക്ടർ ഇത് അവരുടെ പുതിയ 2 പ്ലേയേഴ്സിനെ ലൈവ് സ്ട്രീമിലൂടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് റൈവൽ എപ്സിൽ കളിച്ചിട്ടുണ്ടായിരുന്ന വൈപ്പർ ആ ഒരു ടീമിലേക്ക്, ടീം ഹെക്ടർ അല്ലെങ്കിൽ കാർണിവൽ ഗെയിമിംഗ് എന്ന ടാഗിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമ്മളെ മലയാളി പ്ലെയർ ആയുള്ള സൈറക്സും കൂടിയും ടീം ഹെക്ടറിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ലൈവ് സ്ട്രീമിലൂടെയാണ് ഈ ഒരു അനൗൺസ്മെന്റ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്നലെ നടന്ന BGMAയുടെ ഒഫീഷ്യൽ ഇവന്റിൽ നമ്മളെ സൈറക്സ് ടീം ഹെക്ടറിന്റെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി വരാൻ പോകുന്ന ഇവന്റുകളിൽ സൈറക്സ് ഈ ഒരു ടീമിന്റെ കൂടെ വേറെ ലെവൽ ഡോമിനേഷൻ കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ ഇപ്പോൾ കമന്റ് രേഖപ്പെടുത്താൻ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.